പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ഉച്ചത്തില് തമ്പുരാന്റെ ആ സ്നേഹമൊക്കെ ഒന്ന് നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ആസ്വദിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് ഒരു പ്രൈസ് ദി ലോർഡ് പറയാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 സങ്കീർത്തനം 104:33 ഇങ്ങനെ പറയുന്നു, എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിന് കീർത്തനം പാടും, ആയുഷ്കാലം അത്രയും ഞാൻ എന്റെ ദൈവത്തെ പാടി സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമുക്ക് നമ്മളെ തന്നെ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. കുറച്ചു നേരത്തെ ബഹുമാനപ്പെട്ട ചാണ്ടിയച്ഛൻ വചനം പങ്കുവെച്ചപ്പോൾ നമ്മൾ കേട്ടു, 10 കുഷ്ഠരോഗികൾ സുഖം പ്രാപിച്ചു. എന്നാൽ തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒരു വ്യക്തി, ഒരു വിജാതീയൻ മാത്രമായിരുന്നു. നമ്മുടെ കണ്ണുകളൊക്കെ ഒരു നിമിഷം നമുക്ക് അടയ്ക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം എത്രമാത്രം അനുഗ്രഹങ്ങൾ നാളിതുവരെ നൽകിയിട്ടുണ്ട്. ആ പൊന്നു തമ്പുരാന് എത്രമാത്രം നമ്മൾ സ്തുതികളും ആരാധനയും സമർപ്പിച്ചിട്ടുണ്ട്. ചിന്തിച്ചു നോക്കുക. സ്നേഹമുള്ളവരെ, എന്തുകൊണ്ടാണ് നമുക്കങ്ങനെ ചെയ്യുവാൻ സാധിക്കാതെ പോകുന്നത്? നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് നിരവധിയായ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ അതിനൊക്കെ നമ്മൾ നന്ദി പറയാതെ പലപ്പോഴും നമ്മൾ കർത്താവിനോട് പിറുപിറുക്കുന്ന സ്വഭാവമുള്ളവരായി തീർന്നിട്ടുണ്ട്. ആ അവസ്ഥയിലാണെങ്കിൽ ഒരു നിമിഷം നമ്മുടെ ദുഃഖദുരിതങ്ങളെ എല്ലാം നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവേ, അറിഞ്ഞോ അറിയാതെയോ വാക്കാലോ പ്രവർത്തിയാലോ ഞാനോ എൻ്റെ കുടുംബത്തിലുള്ളവരോ എൻ്റെ മാതാപിതാക്കളോ വഴി ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും അപരാധങ്ങളും പൊറുക്കണമേ എന്ന് നമുക്ക് മാപ്പപേക്ഷിക്കാം. അവിടുത്തെ തിരുരക്തത്താൽ ഈ നിമിഷം നമ്മുടെ എല്ലാ പാപങ്ങളും അപരാധങ്ങളും അവിടുന്ന് കഴുകി നമ്മളെ ശുദ്ധീകരിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർത്തുവാൻ ഇതാ ഈശോ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങളും അസ്വസ്ഥകളും ഭാരങ്ങളും എല്ലാം ഈ നിമിഷം ഈശോയ്ക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകളൊക്കെ ഒന്ന് അടയട്ടെ. നമ്മുടെ ഹൃദയത്തില് യേശുവിനെ കണ്ടുകൊണ്ട്, എന്റെ ഈശോയെ, ഈ നിമിഷം നീ കടന്നു വന്ന് എന്നെ സ്പർശിക്കണമേ. അതെ, ആ ബെത്സയിദ കുളത്തിൽ കിടന്ന് ആ മകനെയൊക്കെ അങ്ങ് തൊട്ട് സുഖപ്പെടുത്തിയതുപോലെ ഇപ്പോൾ എന്നെയും സുഖപ്പെടുത്തണമേ. അവിടുത്തെ കരുണയ്ക്കായിട്ട് നമുക്ക് ഈ നിമിഷം യാചിക്കാം. കരുണയുടെ ഒരു പ്രാർത്ഥന നമുക്ക് ഈ നിമിഷം ആഗ്രഹിച്ചുകൊണ്ട് ഒത്തിരി ദാഹത്തോടെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കാരുണ്യക്കടലാണു ദൈവം, കരുണതൻ ഉറവിടം ദൈവം, ഇപ്പോഴും എപ്പോഴും
കരുണയൊഴുക്കുന്ന ദൈവം ഇപ്പോഴും എപ്പോഴും ഏതേതു നേരവും കരുണയൊഴുക്കുന്ന ദൈവം. നമുക്ക് ആഴമായ അനുതാപത്തിലേക്ക് വരാം. പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം 18:35 വഴിയരികില് ഒരു കുരുടൻ ഇരിപ്പുണ്ടായിരുന്നു. ആ മകൻ ഈശോ ആ വഴിയെ കടന്നുപോയപ്പോൾ അവനൊക്കെ സൗഖ്യം ലഭിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒരു നിമിഷം ഞാൻ ആ വചനഭാഗം ഒന്ന് വായിക്കാം. അവൻ ജെറിക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിൽ ഇരുന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്നു. ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു. നസറായനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, നസറായനായ യേശുവേ, എന്നിൽ കനിയണമേ എന്ന്. മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് അവനെ ശകാരിച്ചു. അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നു. യേശു അവിടെ നിന്നു അവനെ തന്റെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൻ അടുത്തു വന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിന്റെ പിന്നാലെ പോയി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ ജെറിക്കോയിലൂടെ യേശു കടന്നുപോയപ്പോൾ വഴിയരികിലിരുന്ന ആ കുരുടൻ, അവന് ആദ്യം കാഴ്ചയുള്ളവനായിരുന്നു. എന്നാൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ അവന് കാഴ്ച നഷ്ടപ്പെട്ടു. അവൻ ആദ്യ കാലങ്ങളിൽ യേശുവിനെ അറിഞ്ഞ് യേശുവിന്റെ സ്നേഹത്തിൽ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. പല പ്രാവശ്യവും ധ്യാനങ്ങളൊക്കെ കൂടിയിട്ടുണ്ടായിരിക്കാം, പല പല കൂട്ടായ്മകളിലൊക്കെ അവൻ കൂടിയിട്ടുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ആ വ്യക്തി പിന്നീട് ദൈവത്തെയൊക്കെ ഉപേക്ഷിച്ച് തനിക്ക് ജീവിതത്തിലുണ്ടായ തകർച്ചകളും വേദനകളും അവൻ അത് മുഖേന ഒഴിവാക്കിക്കൊണ്ട് കർത്താവിൽ നിന്ന് അകന്നുപോയി. അവന്റെ ജീവിതത്തിലെ ദുഃഖങ്ങളും പോരായ്മകളും ഒക്കെ ഉണ്ടായപ്പോൾ, തകർച്ചകൾ ഉണ്ടായപ്പോൾ അവൻ ദൈവത്തെ വിട്ടുപേക്ഷിച്ചു പോയി. ഒരിക്കൽ അവൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച വ്യക്തിയായിരിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. യേശു കടന്നുപോയപ്പോൾ യേശുവിനോടൊപ്പം ശിഷ്യന്മാരും അതുപോലെ അനേകം ജനങ്ങളുമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജനത്തിന്റെ ആരവം കേട്ടതുകൊണ്ട് അവൻ അവരോട് ചോദിച്ചു, എന്താണ് ശബ്ദം കേൾക്കുന്നതെന്ന്. അവർ പറഞ്ഞു, നസറായനായ യേശു കടന്നു പോകുന്നു, അതാണ് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, യേശു കടന്നു പോകുന്നു എന്ന് അവൻ മനസ്സിലാക്കിയപ്പോൾ അവൻ അറിയാമായിരുന്നു, എന്റെ കർത്താവിന് എന്നെ സുഖപ്പെടുത്തുവാൻ കഴിയുമെന്ന് അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ടിരുന്നു എന്നാണ് ഇവിടെ വചനം പറയുന്നത്. അവന്റെ നിലവിളി അവൻ നിർത്തിയില്ല, അവൻ നിലവിളിച്ചുകൊണ്ടേയിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും
ഇതുപോലെ യേശുവിനെ നിർത്താതെ വിളിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും യേശു നമ്മുടെ അടുക്കിലേക്ക് വരും. നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിലും ആയിക്കൊള്ളട്ടെ, രോഗത്തിന്റെ അവസ്ഥയിലായിക്കൊള്ളട്ടെ, തകർച്ചകളുടെ അവസ്ഥ ആയിക്കൊള്ളട്ടെ, മറ്റുള്ളവർ നമ്മളെ നിന്ദിക്കുന്ന അവസ്ഥ ആയിക്കൊള്ളട്ടെ, ഏത് തരത്തിലുള്ള അവസ്ഥയിലായാലും നമുക്ക് യേശുവിനെ ഉച്ചത്തിൽ നിലവിളിച്ച് അവനെ വിളിച്ചപേക്ഷിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിന്റെ വേദനകളും നൊമ്പരങ്ങളും എല്ലാം ഈ നിമിഷം നമുക്ക് യേശുവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് നമുക്ക് അവനെ ഒന്ന് മഹത്വപ്പെടുത്താം. നമ്മുടെ കരങ്ങളെല്ലാം നമുക്ക് സ്വർഗത്തിലേക്കൊന്ന് ഉയർത്താം. ഈ നിമിഷം കർത്താവിനെ നിലവിളിച്ചു കരയുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടും. നിങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടും. ഇത് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഉറക്കെ ഉച്ചത്തിൽ നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. കരുണ തന്നുറവിടം ദൈവം, ഇപ്പോഴും എപ്പോഴും ഏതേതു നേരവും കരുണയൊഴുക്കുന്ന ദൈവം, കാരുണ്യക്കടലാണു ദൈവം, കരുണ തന്നുറവിടം ദൈവം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉള്ളം തുറന്നു കൊടുക്കുക, നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുത്താൽ ഈ നിമിഷം യേശു നിങ്ങളെ തൊടുന്നതായിരിക്കും. കരുണയൊഴുക്കുന്ന ദൈവം, ഇപ്പോഴും എപ്പോഴും ഏതേതു നേരവും കരുണയൊഴുക്കുന്ന ദൈവം. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തില് സക്കേവുസിന്റെ ഭവനത്തിലേക്ക് യേശു കടന്നു ചെല്ലുന്ന ഒരു അവസരമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സക്കേവുസിന്റെ ഭവനത്തിലേക്ക് യേശു കടന്നു ചെന്നപ്പോൾ അവനും കുടുംബം മുഴുവനും രക്ഷ പ്രാപിച്ചു. ആ വചനം ഭാഗം ഒരു നിമിഷം ഞാൻ വായിക്കാം. യേശു ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോകുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്ന പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണുവാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണുവാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു. ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ഉറക്കെ പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനൊക്കെ ഒത്തിരി നാണമാ. നമ്മുടെ അധരം തുറന്ന് ദൈവത്തെ സ്തുതിക്കുവാനൊക്കെ ഒത്തിരി മടിയാണ്. അതുകൊണ്ടൊക്കെ നമുക്ക് അനുഗ്രഹം പ്രാപിക്കുവാനും താമസം വരുന്നു. പ്രിയമുള്ളവരെ, വിജാതീയരെ പോലെ ദൈവത്തെ ഉച്ചത്തിൽ സ്തുതിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുമ്പോൾ അവരൊക്കെ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ ഇടയിൽ സംഭവിക്കാറുണ്ട്. നമ്മൾ എത്രയോ നാളുകളായി ക്രിസ്ത്യാനികളായി ജീവിക്കുന്നു.
ദേവാലയത്തിൽ പോകുന്നു, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു, ധ്യാനങ്ങൾ കൂടുന്നു, കൂട്ടായ്മകളൊക്കെ നമ്മൾ പോകാറുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ യേശുവിനെ, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ പറയുമ്പോൾ പലപ്പോഴും നമുക്കൊക്കെ മടിയാണ്. നമ്മുടെ നാവിന് ശബ്ദമില്ലാതെ പോകുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ സ്തുതിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബന്ധനങ്ങളും എല്ലാ കെട്ടുകളും പൊട്ടുന്നത്. സൗഖ്യം നൽകുന്നതൊക്കെ ആ നിമിഷങ്ങളിലാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് ഒരു നിമിഷം ഈ സക്കോസിന്റെ ഭവനത്തില് യേശു കടന്നു ചെന്നപ്പോൾ യേശു അവന് രക്ഷയുടെ അനുഭവം നൽകി. അവനും അവന്റെ കുടുംബം മുഴുവനും രക്ഷപ്പെട്ടു എന്നാണ് തിരുവചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണെന്നൊന്ന് പരിശോധിച്ച് നോക്കണം. സക്കേവുസ് ധനികനായിരുന്നു, ചുങ്കക്കാരിൽ പ്രധാനനായിരുന്നു. ഇവൻ വഞ്ചിച്ചെടുത്തതാണ് ഈ പണമെല്ലാം, അങ്ങനെ സമ്പാദിച്ചു കൂട്ടിയതാണ് ഇവന്റെ ധനമെല്ലാം. അവൻ പറയുകയാണ് യേശുവിനോട്, കർത്താവേ, എന്റെ സ്വത്തിന്റെ പകുതി ഞാൻ ഇതാ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് ഞാൻ തിരിച്ചു കൊടുക്കുന്നു എന്ന്. ഇത് പറഞ്ഞപ്പോഴാണ് യേശു പറഞ്ഞത്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമുക്ക് ചിന്തിച്ചു നോക്കാം. നമ്മുടെ ജീവിതത്തിൽ ആരെയെങ്കിലും അത് വഞ്ചിച്ചെടുത്തിട്ടുണ്ടോ? ആരുടെയെങ്കിലും വസ്തുവകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കൊരു നിമിഷം ചിന്തിച്ചു നോക്കാം. ഇനി നമുക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ ജീവിത പങ്കാളിയെ, നമ്മുടെ മക്കളെ, മാതാപിതാക്കളെയൊക്കെ നമുക്കൊന്ന് അംഗീകരിക്കാനോ സ്നേഹിക്കാനോ പറ്റാത്ത അവസ്ഥയിലാണോ? എങ്കിലും നമുക്ക് ഈ നിമിഷം അതെല്ലാം കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊടുത്തുകൊണ്ട്, കർത്താവേ, ഞാനിതാ നിന്നെ വിളിച്ച് അപേക്ഷിക്കുകയാണ്. എൻ്റെ പാപങ്ങളും അപരാധങ്ങളെല്ലാം ക്ഷമിച്ച് അവിടുത്തെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. സന്തോഷകരമായ ഒരു കുടുംബജീവിതം ഞങ്ങൾ നയിക്കട്ടെ. നിന്റെ പ്രിയപ്പെട്ടവരായി ഞങ്ങൾ ജീവിക്കട്ടെ. നിനക്ക് സാക്ഷ്യം വഹിക്കുന്നവരായി ഞങ്ങൾ മാറട്ടെ. നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങൾ ശക്തരായി തീരട്ടെ. അതിനായിട്ട് നമുക്ക് ഈ നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മുടെ കരങ്ങളെല്ലാം സ്വർഗത്തിലേക്കൊന്ന് ഉയരട്ടെ. നമ്മുടെ ഹൃദയം ഒന്ന് സ്വർഗത്തിലേക്ക് ഉയരട്ടെ. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും തരത്തിലൊക്കെ നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ, രോഗത്തിന്റെ അവസ്ഥയിലാണെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിന് വേദനയുണ്ടെങ്കിൽ, ആ ഭാഗങ്ങളിലെല്ലാം കർത്താവിനെ നമുക്ക് ക്ഷണിക്കാം. ഈ നിമിഷം കർത്താവ് നിങ്ങളെ തൊടും. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഹൃദയം നുറുങ്ങട്ടെ. ഹൃദയം നുറുങ്ങി വിളിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഈ നിമിഷം ഹൃദയം നുറുങ്ങുന്നവർക്ക് കർത്താവ് തൊടുമെന്ന് പ്രത്യേകമായിട്ട് പറയാം. ഈ നിമിഷം ഇതാ പല വ്യക്തികളിലേക്കും കർത്താവ് തൊടുന്ന അനുഭവമുണ്ട്. നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ അസ്വസ്ഥതകളും എല്ലാ രോഗപീഠകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ഗായക സംഘത്തോട് ചേർന്ന് പാടാം. കൈയടിച്ചുകൊണ്ട് പാടാം. സന്തോഷത്തോടെ മുഖത്തോട് മുഖമൊന്ന് നോക്കിക്കേ, ഒന്ന് പുഞ്ചിരിച്ച് നിങ്ങളുടെ മുഖം മറ്റുള്ളവർ കാണുമ്പോൾ ഒന്ന് സന്തോഷിക്കട്ടെ. ഹല്ലേലൂയ. ഈശോ നിന്നെ വിളിച്ചിടുന്നു ഈ ഭവനത്തിലേക്കിതാ. ഈശോ നിന്നെ വിളിച്ചിടുന്നു. വരൂ വരൂ പ്രിയ മകനേ, വരൂ വരൂ പ്രിയ മകളേ. ഈ നിമിഷം യേശു കടന്നു വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മധ്യത്തിലൂടെ ഇതാ യേശുനാഥൻ കടന്നു വരുന്നു.
ഒഴുകിയല്ലോ നൊമ്പരങ്ങളാ നിൻ മനസ്സ് മൂടിയല്ലോ രോഗപീഠയാ നിൻ മിഴികൾ ഒഴുകിയല്ലോ ഈ നിമിഷം നിന്റെ ദൈവം നിന്നെ തൊടുമല്ലോ നീ സുഖമായിടുമല്ലോ ഈ നിമിഷം നിന്റെ ദൈവം നിന്നെ തൊടുമല്ലോ നീ സുഖമായിടുമല്ലോ വരൂ വരൂ പ്രിയ മകനേ വരൂ വരൂ പ്രിയ മകളേ വരൂ വരൂ പ്രിയ മകനേ വരൂ വരൂ പ്രിയ മകളേ ഈ ഭവനം നിൻ ഭവനം ഇതു ദൈവം വാഴും ഭവനം ഈ ഭവനം നിൻ ഭവനം ഇതു ദൈവം വാഴും ഭവനം നീ പതറി വീണുവല്ലോ ഈ നിമിഷം നിന്റെ ദൈവം നിന്നെ തൊടുമല്ലോ നീ സുഖമായിടുമല്ലോ ഈ നിമിഷം നിന്റെ ദൈവം നിന്നെ തൊടുമല്ലോ നീ സുഖമായിടുമല്ലോ വരൂ വരൂ പ്രിയ മകനേ വരൂ വരൂ പ്രിയ മകളേ വരൂ വരൂ പ്രിയ മകനേ വരൂ വരൂ പ്രിയ മകളേ ഈ ഭവനം നിൻ ഭവനം ഇതു ദൈവം വാഴും ഭവനം ഈ ഭവനം